തിളക്കമേറിയ വിജയത്തിന് ശേഷം മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളിലേക്ക് കടന്ന് കോൺഗ്രസ്. സാമുദായിക പരിഗണനകളും സീനിയോറിറ്റിയുമാണ് മാനദണ്ഡമാവുക. സിപിഐഎം വിട്ടുവന്ന നേതാക്കളെ തൽക്കാലം മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കില്ല. ഉപമുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മുസ്ലിം ലീഗിലും ചർച്ചകൾ സജീവമാണ്. സണ്ണി ജോസഫ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കെ മുരളീധരൻ, എൻ ശക്തൻ എന്നീ സീനിയർ നേതാക്കളെ ക്യാബിനറ്റിലേക്ക് പരിഗണിക്കും. കെപിസിസി വർക്കിംഗ് പ്രസിഡന്റുമാരായ പി.സി. വിഷ്ണുനാഥ്, എ.പി. അനിൽകുമാർ എന്നിവരും മന്ത്രിമാരായേക്കും. കോട്ടയത്ത് നിന്ന് ചാണ്ടി ഉമ്മനും എറണാകുളത്ത് നിന്ന് മാത്യു കുഴൽനാടനും സാധ്യതയുണ്ട്. ലത്തീൻ പ്രതിനിധിയായി ടി.ജെ. വിനോദോ, എം. വിൻസെന്റോ എത്തും. വനിതാ നേതാക്കളിൽ ബിന്ദു കൃഷ്ണയും ഷാനിമോൾ ഉസ്മാനും മന്ത്രി സാധ്യതാ പട്ടികയിലുണ്ട്. ടി. സിദ്ദിഖും എം. ലിജുവും പട്ടികയിലുണ്ട്. ലീഗിന് 5 മന്ത്രിസ്ഥാനവും ഒരു ക്യാബിനറ്റ് പദവിയും ലഭിക്കാനാണ് സാധ്യത. കെ. എം. ഷാജി, എൻ. ഷംസുദ്ദീൻ, പാറക്കൽ അബ്ദുള്ള, കല്ലട്ര മായിൻ ഹാജി, ആബിദ് ഹുസൈൻ തങ്ങൾ എന്നിവർക്കാണ് സാധ്യത കാണുന്നത്. പി. കെ. കുഞ്ഞാലിക്കുട്ടി ഉപമുഖ്യമന്ത്രിയായേക്കും. എന്നാൽ മുന്നണിയിൽ പ്രതിസന്ധി ഉണ്ടാക്കാനില്ല എന്നാണ് ലീഗ് നേതാക്കളുടെ പ്രതികരണം. ഈ അവസരത്തിൽ നമ്മൾ അനാവശ്യമായ യാതൊരു ക്ലെയിമുകളോ അല്ലെങ്കിൽ ഇന്നത് വേണം എന്നുള്ള വാശിയൊന്നും ഇല്ലാതെ എല്ലാവരുമായി ചർച്ച ചെയ്ത് ഒരു സമവായത്തിലൂടെ നല്ലൊരു തീരുമാനത്തിലെത്തുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതേസമയം സിപിഐഎം വിട്ടുവന്ന നേതാക്കളെ തൽക്കാലം മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കില്ല. ഒരു എം.എൽ.എ. മാത്രമുള്ള പാർട്ടികൾക്ക് ടേം വ്യവസ്ഥയിൽ മന്ത്രിസ്ഥാനം നൽകാനും കോൺഗ്രസിൽ ആലോചനയുണ്ട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.